വെക്കേഷന്റെ സമയമാണ്, എവിടെ കറങ്ങാൻ പോകാമെന്നാ നീ ചിന്തിക്കുന്നത്? സഹോദരങ്ങളെ, ഖുർആൻ പഠിപ്പിക്കുക. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഖുർആൻ കാണാൻ. ഇന്ന് ഞാൻ വഅദിന് വരുമ്പോഴും ഈ കാസർഗോഡുള്ള ഒരു പൊന്നുമോൻ ഇന്ന് ഹാഫിളായി സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോൾ. അള്ളാഹു ഓർമ്മശക്തി കൊടുത്ത് അനുഗ്രഹിക്കുമാർ. എൻ്റെ വയത് കേട്ടിട്ട് അവൻ പഠിക്കാൻ പോയത്. വളരെ സന്തോഷമുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. ഖുർആൻ മുഴുവനും ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു മോൻ അവൻ്റെ ശരീരത്ത് തൊടണമെങ്കിൽ ഒളിവെടുക്കണം. അതാ മഹത്വം. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു കുഞ്ഞിന്റെ ശരീരം നിന്റെ മോന്റെ ശരീരത്ത് തൊടണം. പള്ളി കയറണമെങ്കിൽ ഒളിവെടുക്കൽ നിർബന്ധമില്ല മനുഷ്യ. പക്ഷെ ഖുർആൻ പഠിച്ച നിന്റെ മകന്റെ ശരീരത്ത് തൊടണമെങ്കിൽ ഉതുവെടുക്കണമെന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാർ. ഓനി പള്ളിക്കാട്ടി നടന്നുപോയാൽ കിട്ടുന്ന പ്രതിഫലം. ഈ നാട്ടിലെ ഒരു ഹാഫിളായ കുട്ടി ചുമ്മാതെ ഈ കബറിന്റെ ഇടയിലൂടെ നടന്നുപോയാൽ ഈ കബറാളികൾക്ക് കിട്ടുന്ന പ്രതിഫലം അറിയും. അവന്റെ ആരുമില്ല. ഈ പള്ളിയിൽ ഒരു ഹാഫിള് വന്നു, അവൻ ചുമ്മാതെ ഒരു ഫോൺ വന്നപ്പോ ഈ പള്ളിക്കാട്ടിലെ ഈ കബറിന്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നുപോയാ അവൻ നടന്നുപോയതിന്റെ ബർക്കത്ത് കൊണ്ട് ഈ കബറാളികളുടെ ശിക്ഷ അള്ളാഹു നിർത്തിവെക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. ചുമ്മാതെ പോയപ്പം കൊടുത്ത പതിവില. അവൻ ഇതിലെ നടന്നതിന്റെ ബർക്കത്ത് കൊണ്ട് കബറാളികളുടെ ശിക്ഷ നിർത്തിവെക്കും. ഇതിൽ കൂടുതൽ എന്തേ വേണ്ടത്? അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാർ. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് സ്ഥാപനങ്ങൾ എൻ്റെ മനസ്സിലും എവിടെയെങ്കിലും ഒരു ഹിഫ്ള് കോളേജ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. 10 കുട്ടികളെ. ചുമ്മാതി വയലും പറഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. വയലും പറഞ്ഞ് നടന്നിട്ട് അവസാനം നാട്ടുകാർ മുഴുവനും പച്ചയിറച്ചിയും തിന്നുക. അപ്പൊ പിന്നെ ഇതൊക്കെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല. വയല് പറയുന്നവന്റെ ജീവിതത്തിലും മാറ്റമില്ല, കേൾക്കുന്നവരുടെ ജീവിതത്തിലും മാറ്റമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കാതെ ഞാനിന്ന് വന്നപ്പോൾ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത്, അദ്ദേഹം ഇങ്ങനെ ഇന്നലെ കണ്ട വന്നതേ ഉള്ളൂ, ഇന്ന് രാവിലെ കണ്ട വന്നതേ ഉള്ളൂ. പക്ഷെ വയല് കേൾക്കാൻ ഓടി വന്നു. സാധ എവിടെങ്കിലൊക്കെ തുടങ്ങണം. അൽഹംദുലില്ലാഹ്, അള്ളാഹു ആ പൊന്നുമോൻ ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുന്നു. എവിടെങ്കിലൊക്കെ നിങ്ങളിപ്പോൾ ഇവിടെയൊക്കെ ഇത്രയൊക്കെ അനുഗ്രഹം ഉണ്ടല്ലോ. ഈ മഹല്ലിലൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് സ്കൂളും ഇതൊക്കെ ഉണ്ട്. പക്ഷെ എവിടെയെങ്കിലും നിങ്ങളൊക്കെ വിചാരിച്ച ഒരു കോളേജ് തുടങ്ങിക്കൂടെ? ഒരു 10 മക്കളെ അള്ളാഹു ഇവിടെ എവിടെയെങ്കിലും ഒരു ബിൽഡിങ്ങിൽ വെച്ച് കൊടുത്തിട്ട് ഏതെങ്കിലും ഈ മദ്രസയിലൊക്കെ മതിയല്ലോ. ജമാഅത്തൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അതേ ഉള്ളൂ. സ്കൂളിൽ പഠിപ്പിച്ചിട്ട് ഇത് കിട്ടാനാ? ഇവിടെ സ്കൂളൊക്കെ ഉണ്ട്. ഞാൻ താഴ്ത്തി പറയല്ല. ഈ വിദ്യാഭ്യാസം കൊടുക്കണം. ഇന്നത്തെ മക്കൾക്ക് അതൊക്കെ നല്ലതാ. പക്ഷെ അത് നിന്റെ കബറിൽ എത്തുമെന്ന് തോന്നുന്നുണ്ട്. അത് നിങ്ങളുടെ കബറിൽ എത്തുമെന്ന് പറയാൻ കഴിയോ? എത്തൂല. പക്ഷേ ഒരു 10 മക്കളെ ഹാഫിളാക്കി വിട്ടാ നീ പള്ളിക്കാട്ടി കിടന്ന് മണ്ണോട് അലിഞ്ഞു പോയാലും ആ മക്കൾ ഖുർആൻ ഓതുമ്പോൾ നിന്റെ കബറിലേക്ക് അത് എത്തുമെന്ന് നബിയിന റസൂലുള്ളാഹി. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ ചെയ്ത മഹല്ലാണ്. ഈ മഹാരഥൻ കിടന്നുറങ്ങുന്ന മണ്ണല്ലേ. അതിനെക്കുറിച്ചൊക്കെ കമ്മിറ്റിക്കാരൊന്ന് ആലോചിക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാൻ. ഉസ്താദ് വന്നിട്ട് സ്കൂള് വേണ്ട കോളേജ് മതി എന്ന് പറഞ്ഞിട്ട് പോയെന്ന് എൻ്റെ ഒന്നാമതേ എനിക്കിപ്പോൾ കഷ്ടകാരവാ. തൊടുന്നതിനും പിടിക്കുന്നതിനെല്ലാം വിവാദങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഓടിച്ചിട്ടാ ഇപ്പോൾ ആൾക്കാർ തല്ലണത്. പരാതിയൊന്നുമില്ല. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരമനുഷ്യന്മാർ അള്ളാഹു ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാർ. കാരണം മഹാന്മാര് പറയുന്നു, നിനക്ക് ശത്രുവില്ലെങ്കിൽ പൈസ കൊടുത്തിട്ടെങ്കിലും ഒരു ശത്രുവിനെ വെക്കണം. ശത്രുവില്ലെങ്കിൽ പൈസ കൊടുത്തിട്ടെങ്കിലും ഒരുത്തനെ വെക്കണം. എങ്കിലേ നിന്റെ ജീവിതത്തിൽ അർത്ഥം ഉണ്ടാകൂ. മനുഷ്യ ഒരാൾ പറയുന്നു, ഇപ്പൊ എന്നോട് പറയാ, സിറാജ് നിന്റെ അമല് കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റൂല, എന്റെതും കൂടെ പിടിച്ചോടാന്ന് പറഞ്ഞ് തരുമ്പോ വേണ്ടാന്ന് പറയണത് നല്ലതാണ്. ഒരാൾ പറയുക, ഞാൻ എൻ്റെ അമലും കൂടെ നിനക്ക് തരാൻ നീ സ്വർഗത്തിൽ പോന്ന് പറയുമ്പോഴാ താതാന്നല്ല ചോദിക്കണ്ടേ, വേണ്ടാന്ന് പറയരുത്, അതാന്ന് പറഞ്ഞ് മേടിക്കണം. അള്ളാഹ് അതുകൊണ്ട് നമുക്ക് അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുക്കൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. എന്തായാലും ഒരു ദിവസം മരിക്കും. അത് ഇത്തിരി നേരത്തെ ആയാൽ അത്രയും നല്ലത്. അതാ നല്ലത്. അത്രയും കുറച്ച് പറഞ്ഞാൽ പോരെ. പണ്ട് പറഞ്ഞതുപോലെ ഒരു മഹാന്റെ മുന്നിൽ അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വന്നു. ഹദീസിൽ കാണാം, അബൂദാവൂദിൽ കാണാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു മനുഷ്യന്റെ മുന്നിൽ റൂഹ് പിടിക്കാൻ വന്നു. അസ്രായീൽ പറഞ്ഞു, അള്ളാഹു നിനക്കൊരു ഓഫർ തന്നിട്ടുണ്ട്. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിച്ചതിന് ശേഷമേ റൂഹ് പിടിക്കാവൂ. ആഗ്രഹം വല്ലതും ഉണ്ടെങ്കിൽ പറയാൻ. ഈ മനുഷ്യൻ പറഞ്ഞ മറുപടി, അസ്രായീലെ 40 കൊല്ലമായിട്ട് നീ എപ്പോഴാ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കാം, ഇനിയും താമസോ വേണ്ട, പിടിച്ചോളാം. 40 കൊല്ലമായിട്ട് നീ എപ്പോഴാ വരുന്നതെന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 40 കൊല്ലമായി, ഇനിയും താമസിക്കാൻ എനിക്ക് വയ്യ, പിടിച്ചോളാൻ. എടാ ഇല്ല മനുഷ്യ, അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ, നിനക്കത്ര നിർബന്ധമാണെങ്കിൽ, അതെ ഇസ്രായേലിനോട് പറയും, നിനക്കത്ര നിർബന്ധമാണെങ്കിൽ ഞാനൊന്ന് വുളു എടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കാം, 2ാമത്തെ റക്അത്തിന്റെ 2ാമത്തെ സുജൂദിൽ കിടക്കുമ്പോ പിടിച്ചോളാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാൻ. മനുഷ്യ ഒരു ദിവസം വരും, ഇത്തിരി നേരത്തെ ആണെങ്കിൽ അത്രയും സന്തോഷം. അത്രയും പറഞ്ഞാൽ പോരെ. ഇപ്പൊ 30 വയസ്സായി ഞാൻ പോയാ
എനിക്ക് പ്രായപൂർത്തി ആയതിനു ശേഷം ഇങ്ങോട്ട് ചെയ്ത 15 കൊല്ലം ചെയ്തത് പറഞ്ഞാൽ പോരെ? ഈ മനുഷ്യന്റെ അത്ര പോയാലോ, ഇദ്ദേഹം പോയാലോ, എന്നെക്കാലം എത്ര വർഷം കൂടുതൽ പറയണം? നിങ്ങളൊക്കെ ചിന്തിക്കുക. അതുകൊണ്ട് ഉള്ള നേരത്തെ അങ്ങോട്ട് പോകാൻ ആരെയും ബുദ്ധിമുട്ടിക്കരുത്. അള്ളാഹു നമുക്ക് ആഫിയത്തും ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാർ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരായത്ത് ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ ഇൻഷാ അല്ലാഹ്. നേരെ ഇരി പറഞ്ഞുതരാം, നേരെ ഇരിക്കുന്ന അനങ്ങ് അച്ഛനെ. അൽഹംദുലില്ലാഹ്. സൂറത്തുൽ ബഖറയിൽ ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഒരു ആയത്ത് ഓദിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. ഈ ആയത്ത് ആരെങ്കിലും എല്ലാ ദിവസവും ഓതിയാൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമെന്ന ഒരു മറയല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ഓതാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? അൽഹംദുലില്ലാഹ്. അല്ലാഹു മരിക്കുവോളം ഓതാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കും. ഒരെണ്ണം കൂടെ പറഞ്ഞു പിരിയാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗം എനിക്ക് തരണേ എന്ന് ദുആ ചെയ്യുന്ന മൂന്നാമത്തെ വിഭാഗമേതാ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യാ സ്വഹാബാ മുത്ഇമുൽ ജിയാർ. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവൻ, പാവപ്പെട്ടവനെ സഹായിക്കുന്നവൻ, യതീമീങ്ങളെ സഹായിക്കുന്നവർ, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നവർ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നവർ, അല്ലാഹു തന്ന സമ്പത്ത് നല്ല മാർഗത്തിൽ ചിലവഴിക്കുന്ന മനുഷ്യര് എനിക്ക് തരണേ എന്ന സ്വർഗ്ഗം ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തന്ന സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നവനെ എനിക്ക് തരണേ എന്ന് സ്വർഗ്ഗം ദുആ ചെയ്യുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു സമ്പത്ത് തരുമ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കണത് അത് അള്ളാഹിക്ക് എന്നോട് സ്നേഹം കൂടിയിട്ട് തന്നതാണെന്ന്. അങ്ങനെ വിചാരിക്കല്ലേ വാപ്പ, നിനക്ക് 8ന്റെ പണി തരാനാ. നീ വിചാരിക്കുന്നത് നിന്റെ നിസ്കാര തഴമ്പ്, താടിയുടെ നീളം, ജുബ്ബയുടെ വലിപ്പം കണ്ടിട്ട് അള്ളാഹ് നിനക്കങ്ങ് വാരി തന്നതാണ്. മനുഷ്യ, നീ മനസ്സിലാക്ക്, സ്നേഹം കൂടിയത് കൊണ്ടല്ല, നിനക്ക് പണി തരാനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ ആദൻ നബി മുതൽ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു 1,24,000 പരം അംബിയാ മുർസലീങ്ങൾ പ്രവാചകന്മാർ ഈ ഭൂമുഖത്ത് കടന്നു വന്നു. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന പ്രവാചകൻ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമാണെന്ന് നബി സുലൈമാൻ നബിയ. കാരണം അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്ത പ്രവാചകൻ. ഈ പ്രവാചകനാണ് ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന നബി എന്ന് നബിയുനാ റസൂലുള്ളാഹി. പണം കൂടിയത് കൊണ്ട് പ്രവാചകന്മാരാണെങ്കിലും രക്ഷയില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മുതൽ വഹ്ശി റളിയല്ലാഹു തആല അൻഹു വരെ ലക്ഷക്കണക്കിന് സഹാബത്തുണ്ട്. ഈ സഹാബത്തിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന സഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആണെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന സഹാബിയ. സഹാബത്തിൽ ഏറ്റവും കോടീശ്വരനായിരുന്നു. മുട്ടുകാലിൽ ഇഴഞ്ഞ സ്വർഗത്തിൽ വരണേ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നാട്ടിലെ ഒരു പാവപ്പെട്ടവൻ സ്വർഗത്തിൽ കടന്ന് 50,000 കൊല്ലം കഴിഞ്ഞ് ഒരു പണക്കാരൻ സ്വർഗത്തിൽ കടക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇനി പറ, പണ അനുഗ്രഹമാണോ? സമ്പത്ത് അനുഗ്രഹമാണോ? അല്ല, വാരി കൂട്ടാനാ നോക്കണേ. ഏത് വഴിയിലൂടെയും പണം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, 2 തെറ്റുകൾ ആരുടെ വീട്ടിലുണ്ടോ അവന്റെ ആയുസ് അള്ളാഹു കുറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2 തെറ്റുകൾ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ, ഇന്ന് കള്ളത്തരങ്ങൾ കാണിക്കുന്ന എല്ലാവർക്കും പൈസ ആഗ്രഹം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, 2 കാര്യം നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തണേ, ഇല്ലെങ്കിൽ നിന്റെ ആയുസ് കുറഞ്ഞു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാ, ചെറുപ്പക്കാരോട്, ഉപ്പമാരോട്, ഈ പറയുന്ന 2 പാപങ്ങൾ നീ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് നീ നന്നായിക്കോ, തിരുത്തിക്കോ. തിരുത്താൻ മനസ്സില്ലെങ്കിൽ നിന്റെ മക്കൾ യതീമായി പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിന്റെ മക്കൾ വാപ്പാ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ നിനക്ക് യോഗം ഉണ്ടാവില്ല, പെട്ടെന്ന് പോകേണ്ടി വരും.
എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളോട്, പെങ്ങളെ, നിന്റെ ഭർത്താവിനെങ്ങാനും ഈ സ്വഭാവം ഉണ്ടെങ്കിൽ നീ കാല് പിടിച്ച് കരഞ്ഞിട്ടെങ്കിലും നിന്റെ ഭർത്താവിന്റെ ഈ ദുശീലം മാറ്റണം. നീയും കൂടെ കൂടിയ നീ വിധവയായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഒരു 2 പാവങ്ങൾ ഞാൻ പറഞ്ഞു തരാം, ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തണം. അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന്, ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരൻ്റെ ആയുസ് കുറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നീ ഏത് രീതിയിലും പണം ഉണ്ടാക്കാൻ വേണ്ടി കിടന്ന് പിടിച്ചു പറിച്ചോ, മോട്ടിച്ചിട്ടോ, കള്ള് കച്ചവടം ചെയ്തിട്ടോ, കഞ്ചാവ് വിറ്റിട്ടോ, സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് മയക്കുമരുന്ന് കൊടുത്തിട്ടോ, നീ എന്ത് ചെയ്തിട്ട് സമ്പാദിച്ചാലും മനുഷ്യ തിന്നാൻ നിനക്ക് ആയുസ് ഉണ്ടാകില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. സമ്പത്ത് വാരിക്കൂട്ടാൻ കിടന്ന് നീ നെട്ടോട്ടമോടുമ്പോ ഏത് വഴിയിലൂടെയും പണം മതിയല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അല്ലാഹുവേ പടച്ചവനെ, സമ്പത്ത് എങ്ങനെയും ഉണ്ടാക്കണം. അല്ലാഹുവേ, പെണ്ണുങ്ങളാണല്ലോ പടച്ചവര് ഹറാമായ വഴി പറഞ്ഞു കൊടുക്കുന്നത്. പലിശ കച്ചവടം നടത്താൻ, ലോട്ടറി എടുക്കാൻ, ലോൺ എടുക്കാൻ ഭർത്താവിനെ നിർബന്ധിക്കുന്നത് പെണ്ണുങ്ങളാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പെണ്ണ്, ഒരു പെണ്ണ് സ്വർഗത്തിലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരു പെണ്ണ് സ്വർഗത്തിലാണ്. ഏത് പെണ്ണെന്നറിയുവോ? ഏത് പെണ്ണെന്നറിയുവോ? രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങിപ്പോകുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട്, ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല, പൈസയൊന്നും കിട്ടിയില്ല, വൈകുന്നേര സമയത്ത് വെറും കയ്യോടെ വീട്ടിലേക്ക് കയറി വന്നാൽ പച്ചവെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങാമിക്ക. ഹറാമിന്റെ പൈസയും ഭക്ഷണവുമായി ഈ വീട്ടിലേക്ക് വരല്ലേ എന്ന് പറയുന്ന പെണ്ണിന് സ്വർഗമാണ് പ്രതിഫലമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, പട്ടിണി കിടന്നാലും നീ ഹറാമ് തിന്നല്ലോ. പട്ടിണി കിടക്ക് ചെറുപ്പക്കാരോ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, തിന്നാ ഭക്ഷണമില്ലാതെ വന്ന ഭർത്താവ് ഹറാമായ പലിശയുടെ പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിയിട്ട് കയ്യിൽ കൊണ്ട് തന്നിട്ടു നിന്നോടും നിന്റെ മക്കളോടും തിന്നാൻ പറഞ്ഞ ആ ഭക്ഷണം തിന്നുന്നതിനേക്കാളും നല്ലത് മണ്ണ് വാരി തിന്നു പെങ്ങളെ. മണ്ണ് തിന്നിട്ട് മരിച്ചാ അല്ലാഹു നിനക്ക് ശഹീദിന്റെ കൂലി തരും. മണ്ണ് തിന്നിട്ട് മരിച്ചുപോയാ അല്ലാഹുവേ, മരിച്ച ശഹീദിന്റെ കൂലിയാ. നിന്റെ ഭർത്താവ് കൊണ്ടുവന്ന ഹറാമിന്റെ പണം തിന്നാ, ഹറാമിന്റെ ഭക്ഷണം തിന്നാ, നിനക്ക് നരകമാ പെങ്ങളെ. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടൂ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടൂ. കന്യാകട്ടെ റബ്ബേ, ആഡംബര ജീവിതമല്ല. എന്റെ പ്രിയമുള്ള പെങ്ങളെ, എപ്പോഴും ഞാനും നിങ്ങളും പറയാറുണ്ട് പട്ടിണി കിടന്നിട്ടുണ്ടെന്നു. എപ്പോഴും ചുമ്മാതെ പറയാറുണ്ട് പട്ടിണി കിടന്നിട്ടുണ്ടെന്നു. വാപ്പാ, പട്ടിണി എന്താണെന്ന് നിനക്കറിയോ? യഥാർത്ഥത്തിൽ പട്ടിണി എന്താണെന്നറിയുമോ? ആ വാക്ക് പറയാനുള്ള യോഗ്യത പോലും എനിക്കും നിങ്ങൾക്കും ഇല്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുന്നിലൂടെ, വീടിന്റെ മുന്നിലൂടെ റസൂലുള്ളാഹി നടന്നു പോവുകയാ. ഭർത്താവിനെ മനസ്സ് വേദനിപ്പിക്കുന്ന പെണ്ണു, എനിക്ക് പണമാണ് വേണ്ടത്, ഏത് വഴിയിലൂടെയും സമ്പാദിക്കണമെന്ന് പറഞ്ഞ ഭർത്താവിന്റെ മനസമാധാനം കളയുന്ന പെണ്ണ്, അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമോളുടെ വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ വീടിനകത്ത് വല്ലാത്ത കരച്ചിൽ കേൾക്കുകയോ, വീടിനകത്ത് വല്ലാത്ത കരച്ചിൽ കേൾക്കുകയോ. അല്ലാഹുവിന്റെ പ്രവാചകൻ വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ വീടിനകത്ത് കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്ക് ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്ക് ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് കടന്നു പോവുകയാ. പക്ഷേ കരച്ചിൽ തീരുന്നില്ല, പക്ഷേ കരച്ചിൽ തീരുന്നില്ല. പടച്ചവനെ, വീടിനകത്ത് വല്ലാത്ത കരച്ചിലാണ്. അല്ലാഹുവിന്റെ റസൂൽ പിന്നെയും വിളിച്ചു പറഞ്ഞു, ഫാത്തിമ,
പാല് കൊടുക്ക് പൊന്നുമോള്, പാല് കൊടുക്ക് പൊന്നുമോള്. രണ്ടാമതും പറഞ്ഞു, മൂന്നാമതും പറഞ്ഞു. പക്ഷേ കരച്ചില് തീരുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് ദേഷ്യം വന്നു. സഹാബത്തിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങുകയാണ്. പൊന്നുമോളുടെ വീടിനകത്തേക്ക് കടന്നു ചെന്നിട്ട് ലോകത്തിന്റെ നേതാവ് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ വഴക്ക് പറയുകയോ. രണ്ട് മക്കള് വിശന്ന് തളർന്നു കിടന്ന് കരയുമ്പോ ഒന്ന് പാല് കൊടുക്കാനുള്ള മനസ്സ് പോലും നിനക്കില്ലാതെ പോയല്ലോ. നീ നൊന്ത് പ്രസവിച്ച മക്കളല്ലേ ഫാത്തിമ. റസൂലുള്ള വഴക്ക് പറയുമ്പോ ഫാത്തിമ ബീവിക്ക് സഹിക്കാ കഴിയുന്നില്ല. രണ്ട് കൈയുമെടുത്തിട്ട് മുഖത്ത് പൊത്തിപ്പിടിച്ചിട്ടിരുന്ന് പൊട്ടിക്കരയുകയാണ്. തന്റെ കരളിന്റെ കച്ചതായ പൊന്നുമോള് കരയുന്നത് കണ്ടപ്പോ റസൂലുള്ളാന്റെ ദേഷ്യമങ്ങ് മാറുകയാണ്. പ്രവാചകന്റെ മനസ്സങ്ങ് മാറുകയാ. അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പൊന്നുമോളുടെ ചാരത്ത് വന്നിട്ട് അവിടെന്ന് ചോദിച്ചു, മാ തബ്കീകി യാ ഫാത്തിമ, എന്തേ കരയുന്നത്? എന്റെ മോള് കരയുന്നത് എന്തിനാ? മക്കൾക്ക് എന്തേ ഫാത്തിമ പാല് കൊടുക്കാത്തത്? നിന്റെ മക്കള് കിടന്ന് കരയുന്നല്ലോ. പാതിരാത്ത് ഒരുമിച്ച് കൂടിയ പെങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകരോട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ ഭക്ഷണം കഴിച്ചിട്ട് ആഴ്ചകളായി, വാപ്പാ ഭക്ഷണം കണ്ടിട്ട് ആഴ്ചകളായിപ്പാ, പച്ചവെള്ളവും കാരക്കയും കുടിച്ചുകൊണ്ട് കിടക്കുകയാ. എന്റെ മക്കള് രണ്ടുപേര് പാലിന് വേണ്ടി കിടന്ന് കരഞ്ഞപ്പോ എന്റെ മാറിടമെടുത്തവരുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. എന്റെ മക്കള് പാല് ചുരത്തിയപ്പോ എന്റെ പാല് പറ്റിയിട്ട് എന്റെ മാറിടത്തിലൂടെ രക്തം വരുന്നു, വാപ്പാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ പട്ടിണി കിടന്നിട്ട് തന്റെ മാറിടത്തിലൂടെ രക്തം വരണമെങ്കിൽ അതെന്ത് പട്ടിണിയാ പെങ്ങള്, അതെന്ത് പട്ടിണിയാ ചെറുപ്പക്കാരാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ മാറിടത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് വാപ്പയുടെ മുന്നിലിരുന്ന് കരഞ്ഞുകൊണ്ട് പരാതി പറയുമ്പോ റസൂലുള്ളാഹിയുടെ കണ്ണ് നിറയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞുപോയി. പ്രവാചകൻ എന്തേ പറയുന്നില്ല? റസൂലുള്ള വീടിനകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ തളർന്നു കിടന്ന് കരയുന്നു. പൊന്നുമോള് രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവാചകനെ വീടിനകത്ത് നിന്ന് ഇറങ്ങിയിട്ട് നടക്കുകയാണ്. ചുട്ടുപെടുത്തു കിടക്കുന്ന മലരാരണ്യത്തിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകൻ നടന്ന് അവസാനം ഒരു യഹൂദിയുടെ ഈന്തപ്പനത്തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാ. ഒരു യഹൂദിയുടെ ഈന്തപ്പനത്തോട്ടത്തിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മനുഷ്യ എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ? എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ? അല്ലാഹുവിന്റെ റസൂലാണെന്ന് യഹൂദിക്കറിയില്ല. ആ മനുഷ്യൻ പറഞ്ഞു, ഈ കാണുന്ന കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് എന്റെ ഈന്തപ്പന മരങ്ങള് നനച്ചാ ഒരു തൊട്ടി വെള്ളത്തിന് പകരം 3 കാരക്കജാ കൂലി തരാ. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിക്ക് വല്ലാത്ത സന്തോഷമായി. തൊട്ടിയും കയറുമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് ചെന്നിട്ട് വെള്ളം കോരുകയാ. ആരാ വെള്ളം കോരുന്നത്? റബ്ബേ, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടന്നു പോകുമ്പോ റസൂലുള്ളാഹിയുടെ മുന്നിൽ ജിബ്രീൽ വന്നിട്ട് പറയുന്നു, നബിയേ ഇങ്ങനെ നടക്കല്ലേ നബിയേ, ഒന്ന് അനുവാദം തരുമെങ്കിൽ 6.25 കിലോമീറ്റർ നീളമുള്ള ഉഹദ് മലയുണ്ടല്ലോ, സ്വർണ്ണക്കട്ടയാക്കി തരാ നബിയേ, ഒന്ന് പറയുവോ നബിയേ. ആ പ്രവാചകൻ തന്റെ കുടുംബത്തിന് വേണ്ടി വെള്ളം കോരുകയാണ്. 3 തൊട്ടി വെള്ളം കോര്. ഈന്തപ്പന മരങ്ങൾ നനച്ചു, ഈന്തപ്പന മരങ്ങൾ നനച്ചു. 4ാമത് വെള്ളം കോരാ തൊട്ടിയെടുത്ത് കിണറ്റിലേക്കിടുമ്പോ സുബ്ഹാനല്ലാഹ്
റസൂലുള്ളാഹിയുടെ കയ്യിൽ നിന്ന് തൊട്ടിക്കിണറ്റിൽ വീടുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തൊട്ടിക്കിണറ്റിലേക്ക് വീടുപോയി. യഹൂദിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അല്ലാഹുവിന്റെ റസൂലിനെ തല്ലുകയാണ്. ലോകത്തിന്റെ നേതാവിന്റെ മുഖത്തടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തടിച്ചു. റസൂലുള്ളാഹി എന്നും മിണ്ടിയില്ല. കിണറ്റിനകത്ത് വീണുപോയ തൊട്ടി കിടക്കുകയാണ്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോ, അവസാനം കിണറ്റിനകത്ത് വീണുപോയ തൊട്ടിയെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ അതാ യഹൂദികളുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് ചോദിക്കുന്നു, മനുഷ്യ എന്റെ കൂലിയെന്ന് തരുവോ? 3 തൊട്ടി വെള്ളം ഞാൻ കോരിയല്ലോ. ആ യഹൂദി അത്ഭുതത്തോടെ നോക്കുകയാണ്. 9 കാരക്കയെടുത്ത് റസൂലുള്ളാഹിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാ. 9 കാരക്കയെടുത്ത് പ്രവാചകന്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോ യഹൂദിയുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുകയാ. 9 കാരക്ക കയ്യിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി ഓടുകയാണ്. ഫാത്തിമ ബീബിയുടെ വീട്ടിലേക്ക് ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് തളർന്നു കിടക്കുന്ന 2 പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി ഈത്തപ്പഴം ഇങ്ങനെ പൊളിച്ചു കൊടുത്ത്, പിങ്ങളെ ഈത്തപ്പഴത്തിന്റെ വലിപ്പമറിയുന്ന ചെറുപ്പക്കാരോ, എന്തുണ്ടടാ പൊന്നുപോരെ? 9 കാരക്കയാ റസൂലുള്ളാഹിയുടെ കയ്യിലുള്ളത്. അത് പൊളിച്ചിട്ട് തന്റെ മക്കളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമോ ആ മക്കളതിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുമ്പോ ആ മക്കളുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി വരികയാണ്. ഒരു ചെറിയ പുഞ്ചിരി വരികയാ. റസൂലുള്ളാഹിക്ക് വല്ലാത്ത സന്തോഷമായി. വയറ് നിറച്ചല്ല ഭക്ഷണം കഴിക്കുന്നത്. കാരക്ക തിന്നിട്ടാ മക്കളുടെ മുഖത്തൊരു പുഞ്ചിരി വരുമ്പോ ബാക്കി വന്ന കാരക്ക കയ്യിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു, മോളെ ഫാത്തിമ, പൊന്നുമോൾ അടുത്തേക്ക് വിളിക്കുകയോ. സ്വർഗത്തിന്റെ റാണി അടുത്തേക്ക് വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ബാക്കി വന്ന കാരക്കയെടുത്ത് മകളുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയോ. അല്ലാഹുവേ, ഫാത്തിമ ബീവി നോക്കുമ്പോ റസൂലുള്ളാഹിയുടെ മുഖം ഇങ്ങനെ ചുമന്ന് കിടക്കുകയാണ്. വാപ്പാ, ആരാ നിങ്ങളെ തല്ലിയത്? എന്റെ ഉപ്പാനെ തല്ലിയതാരാ? റസൂലുള്ളാഹി പറയുന്നു, ഫാത്തിമ, എന്റെ യജമാനനെ തല്ലിയതാ ഫാത്തിമ. ഫാത്തിമ ബീബി വാപ്പ കൊടുത്ത് കാരക്ക കയ്യിൽ വെച്ചിട്ട് കരഞ്ഞപ്പോ, എന്റെ പെങ്ങള്, എന്റെ പെങ്ങള്, അല്ലാഹുവിന്റെ റസൂല് പൊന്നുമോളെ അടുത്തേക്ക് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ, നിന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ. പട്ടിണി കിടന്ന് മാരടത്തിലൂടെ രക്തമൊലിക്കുന്നൊരവസ്ഥയുണ്ടായിട്ട് പോലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലോ. എന്റെ പ്രിയമുള്ള പെങ്ങള്, ഇതുപോലെ ഒരു ഗതി അല്ലാഹു നിനക്ക് തന്നില്ലല്ലോ. പിന്നെ എന്തിനാ ഹറാമിന്റെ വഴി തേടുന്നത്? പണം കൊണ്ടെന്ത് നേടാനാ പെണ്ണ്? നിന്റെ ഉമ്മ പോയപ്പോ എന്ത് കൊണ്ടുപോയി പെങ്ങള്? ഉമ്മ ജീവിച്ചിരുന്നപ്പോൾ നീ സ്വർണം ചോദിച്ചപ്പോ ഉമ്മ തന്നില്ലല്ലോ. പക്ഷേ കുളിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് നീ ഊരിയെടുത്തപ്പോ നിന്റെ ഉമ്മയൊന്ന് ചലിച്ചതുപോലുമില്ലല്ലോ പെണ്ണ്. അതുകൊണ്ട് പണത്തിനോട് വല്ലാത്ത ആർത്തി വെക്കുന്നവര് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരിക്കുന്നതിന്റെ തലേ ദിവസം റബീഉൽ അവ്വൽ 11 വൈകുന്നേര സമയമായപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. റസൂലുള്ളാഹിയുടെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. മരിക്കുന്നതിന്റെ തലേ ദിവസമാണ്. റസൂൽ ആയിഷ, എന്തേ വിളക്ക് കത്തിക്കാത്തത്? അല്ലാഹുവേ, ആയിഷ ബീവി മാറി നിന്ന് കരയുകയാണ്. ആയിഷ ബീവി മാറി നിന്ന് കരയുകയാണ്. എന്തേ കാരണമെന്നറിയുമോ? വിളക്കിനകത്തൊടിക്കാനുള്ള എണ്ണയില്ല.
മദീനയുടെ രാജാവിന്റെ വീടുണ്ടല്ലോ, റസൂലുള്ളാഹിയുടെ വീട്, മരിക്കുന്നതിന്റെ തലേ ദിവസം വിളക്കിലൊഴിക്കാനുള്ള എണ്ണയില്ല. പറഞ്ഞ റസൂലുള്ളാഹിയുടെ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ടു ആയിഷ ബീവി മാറി നിന്ന് കരയുകയാണ്. വീടിനകത്ത് വല്ലാത്ത ഇരുള് വന്നു, വീടിനകത്ത് വല്ലാത്ത ഇരുള് വന്നു. റസൂലുള്ളാഹി ചോദിച്ചു, ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത്? റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചിട്ട് ആയിഷ ബീവി പറഞ്ഞു, യാ റസൂലല്ലാഹ്, വിളക്കിലൊഴിക്കാനുള്ള എണ്ണയില്ല നബിയേ, എണ്ണയില്ല നബിയേ. വിളക്കിലൊഴിക്കാൻ എണ്ണയില്ലാത്ത ഒരു വീടിനെ കുറിച്ച് ചിന്തിക്കുവോ? ആയിഷ ബീവി പറയുകയാ, എന്റെ വീടിനകത്തെങ്ങാണം വിളക്കിലകത്തൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ ലൗകാന ഇന്ധനാദുഹിന്, ആ എണ്ണയെടുത്ത് കുടിച്ചിട്ട് എന്റെ വിശപ്പ് മാറ്റുമായിരുന്നു എന്ന് മഹദി ആയിഷ. റസൂലുള്ളാഹി 63ാമത്തെ വയസ്സിൽ വഫാത്തായല്ലോ. റബീഉൽ അവ്വൽ 11 വൈകുന്നേരമായപ്പോ അല്ലാഹുവിന്റെ റസൂൽ രോഗം പിടിച്ചിട്ട് കിടക്കുകയാണ്. പെട്ടെന്ന് ബോധം വന്നപ്പോ അവിടെ കിടന്ന് വിളിക്കുന്നു, ആയിഷ ആയിഷ ആയിഷ, ഒന്നടുത്തേക്ക് വരുവോ ആയിഷ. ആയിഷ ബീബി റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ഓടി വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ ഇന്ന സ്ഥലത്ത് 7 ദിർഹം ഇരിക്കുന്നുണ്ട്, വന്നെടുത്ത് കൊണ്ടുവരുവോ? ആയിഷ ബീവി ഓടിച്ചെന്ന് 7 ദിർഹം എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ 7 ദിർഹം കയ്യിൽ വെച്ചിട്ട് റസൂലുള്ളാഹി ഇരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ 7 ദിർഹം കയ്യിൽ വെച്ചിട്ട് കരയുകയാണ്. ആയിഷ, ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടില്ലല്ലോ ആയിഷ. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് ഇതാർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കായിഷ. തന്റെ വീടിനകത്ത് അവസാനമായിരുന്ന 7 ദിർഹമും അല്ലാഹുവിന്റെ റസൂൽ സദഖ കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സദഖ കൊടുക്കുകയാ. 1 രൂപ പോലെ സ്വന്തമായിട്ട് കയ്യിലില്ല. ഇങ്ങനെ ജീവിച്ച പ്രവാചകന്റെ വഫാത്ത് എങ്ങനെയായിരുന്നു? എന്റെ പ്രിയമുള്ള വാപ്പാ, പണത്തെ വല്ലാതെ മോഹിക്കുന്ന വാപ്പാ, തന്റെ കയ്യിലിരുന്ന അവസാന ദിർഹവും സദഖ കൊടുത്തിട്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രോഗം പിടിച്ചിട്ട് ബോധമില്ലാതെ വീടിനകത്ത് കിടക്കുകയാണ്. റസൂലുള്ളാഹി ചലിക്കുന്നില്ല. ആയിഷ ബീവിയും ഫാത്തിമ ബീവിയും വീടിനകത്തിരുന്ന് കരയുകയാ. രണ്ടുപേരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാണ്. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ്വ ഇഫ്തഹിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമേ വന്ന് വാതിൽ തുറക്കുമോ? ഫാത്തിമ ബീവി വിളിച്ചു പറഞ്ഞു, എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല, രോഗമാണ്, സംസാരിക്കാൻ കഴിയില്ല, എന്റെ ഉപ്പയ്ക്ക് ഒട്ടും വയ്യ, നിങ്ങൾ പോയിട്ട് പിന്നെയും വരുവോ? കുറെ സമയം കഴിഞ്ഞ് പിന്നെയും സലാം പറയുകയാ. ഫാത്തിമ പടും ഇതുപോലെ വിളിച്ചു പറയുകയാ. മൂന്നാമതും വീടിന്റെ കവാടത്തിൽ അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ്വ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഫാത്തിമ ആരാ മോളെ? സലാം പറയുന്നത് ആരാ മോള്? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല വീടിന്റെ കവാടത്തിലൂടെ നോക്കിയിട്ട് അവിടുന്ന് പറയുന്നു, വാപ്പാ, കണ്ടിട്ട് പേടി തോന്നുന്നു വാപ്പാ, ഇന്ന് വരെ ഈ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല വാപ്പാ, ഈ മദീനക്കാരനല്ല വാപ്പാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വാതിൽ തുറക്ക് ഫാത്തിമ, വാതിൽ തുറക്ക് ഫാത്തിമ. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള് കടന്നു വന്നതാരെന്നറിയുമോ? മലക്കുൽ മൗത്ത് അസ്റായീൽ.
റസൂലുള്ളാഹിയുടെ റൂഹ് പിടിക്കാമെന്നതാ, ലോകത്തിന്റെ നേതാവിന്റെ റൂഹ് പിടിക്കാമെന്നതാ. ആ കോലം കണ്ടിട്ട്, ആ രൂപം കണ്ടിട്ട് ഫാത്തിമ പോലും പേടിച്ചു പോയി. പെങ്ങള്, നീയും കാണണ്ടവളോ? വരും പൊന്നുമോള്, എന്റെ പ്രിയമുള്ള വാപ്പാ, നിന്റെ മുന്നിലും മലക്കുൽ മൗത്ത് വരുമല്ലോ, നിനക്ക് നിഷേധിക്കാൻ കഴിയുമോ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഒരു ദിവസം വരും വാപ്പാ, എങ്ങനെയാ വരുന്നതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ, റസൂലുള്ളാഹിയോട് റസൂലുള്ള ചോദിച്ചു, അസ്റായീലേ, എന്തിനാ വന്നത്? എന്നെ കാണാമെന്നതാണോ? യാ റസൂലല്ലാഹ്, അനുവാദം തന്നാ റൂഹ് പിടിക്കാമെന്നതാ നബിയേ. റസൂലുള്ള അനുവാദം കൊടുക്കുകയാണ്. കാലിന്റെ തള്ളവരിൽ നിന്ന് അസ്റായിൽ റൂഹ് പിടിക്കാൻ തുടങ്ങി. റസൂലുള്ള തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാ. ചാടി എഴുന്നേക്കുന്നുണ്ട്, പിന്നെയും കിടക്കുകയാണ്. അവസാനം അല്ലാഹുവേ, റസൂലുള്ള പറയുന്നു, അസ്റായിലേ, ഒന്ന് പതുക്കെ പിടിക്കുവോ അസ്റായീൽ, എന്നെ കൊണ്ട് സഹിക്കുന്നില്ല അസ്റായീൽ, എനിക്ക് വേദനിക്കുന്നു അസ്റായീൽ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുമ്പോ മലക്കുൽ മൗത്ത് കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എത്രയോ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാ നബിയേ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ റൂഹ് പോലും ഞാൻ പിടിച്ചിട്ടുണ്ട് നബിയേ, എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ, എന്റെ കൈ ഇന്ന് വരെ വിറച്ചിട്ടില്ല നബിയേ. യാ റസൂലല്ലാഹ്, എന്റെ കൈ ഇന്ന് വിറയ്ക്കുന്നു നബിയേ. ഇതിനേക്കാളും മയമായി എനിക്ക് റൂഹ് പിടിക്കാൻ അറിയില്ല യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കിടക്കുകയാണ്. റബ്ബേ, റസൂലുള്ള വേദന സഹിക്കാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ അല്ലാഹുവേ, ആയിഷ ബീബി റളിയല്ലാഹു തആല ഓടി വന്നിട്ട് റസൂലുള്ളാഹിയുടെ തലകെടുത്ത് മടിയിൽ വെക്കുകയോ, തന്റെ ഭർത്താവിന്റെ തലകെടുത്ത് മടിയിൽ വെച്ചിട്ട് വെള്ളത്തിനകത്ത് തുണി മുക്കിയിട്ട് പ്രവാചകന്റെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയോ. കാരണം വേദന സഹിക്കുന്നില്ലല്ലോ, വേദന സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖം തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ തുടച്ചു കൊടുക്കുമ്പോ റസൂലുള്ളാഹി ആയിഷ ബീവിയുടെ കയ്യിൽ പിടിച്ചിട്ട് അവിടുന്ന് പറയുന്നു, ആയിഷ, ഇന്നലിൽ മൗതി ലസകറാ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ, തയ്യാറെടുക്കണേ ആയിഷ, റബ്ബിനോട് ദുആ ചെയ്യണേ ആയിഷ. ആയിഷ ബീവിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ഇങ്ങനെ തടകുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ സമയമുണ്ടല്ലോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ചവരെ അവസാനം അരവട റൂഹ് പിടിച്ചു. പ്രവാചകൻ എഴുന്നേറ്റിട്ട് ആയിഷ ബീവിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരിക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ നെഞ്ചിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ചാരിയിരിക്കുകയാണ്. എത്ര വലിയ ഭാഗ്യമുള്ളവളോ, എത്ര വലിയ ഭാഗ്യമുള്ളവളാ ആയിഷ. അല്ലാഹുവേ, റസൂലുള്ളാഹി ആയിഷ ബീവിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരിക്കുമ്പോ ആ സമയത്ത് ആയിഷ ബീവിയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി കടന്നു വരികയാണ്. റസൂലുള്ളാഹി ആയിഷയുടെ മുഖത്ത് നോക്കി ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാ. ആയിഷയ്ക്ക് കാര്യം മനസ്സിലായി. അല്ലാഹുവേ, ആ സഹാബിയുടെ കയ്യിലിരുന്ന മിസ്വാക്ക് എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. പക്ഷേ പ്രവാചകന്റെ കൈ പൊങ്ങുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല ആ മിസ്വാക്ക് എടുത്ത് തന്റെ പല്ലിൽ വെച്ചിട്ട് ചവയ്ക്കുകയാ. മിസ്വാക്ക് പല്ലിൽ വെച്ച് ചവച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, എന്റെ പ്രിയമുള്ള പെങ്ങളെ, റസൂലുള്ള മരിക്കുന്ന സമയത്ത്, റസൂലുള്ള വഫാത്താകുന്ന സമയത്ത് ആയിഷയ്ക്ക് 18 വയസ്സാ പെങ്ങളെ.
18 വയസ്സുള്ള പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഭർത്താവിനെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് തന്റെ വായിക്കകത്ത് വെച്ച് ചവച്ച മിസ്വാക്ക് എടുത്തിട്ട് ഉമ്മ കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ, ഉമ്മ കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ തന്റെ ഭർത്താവിനെ മാറിടത്തിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് മഹദി ആയിഷ 18 വയസ്സുകാരി പല്ല് തേച്ചു കൊടുത്തു. റസൂലുള്ളാഹിയുടെ വായിക്കകത്ത് അവസാനം പോയത് സംസം വെള്ളമല്ല, ആയിഷ ബീവിയുടെ ഉമ്മുനീരായിരുന്നു. ആയിഷ ബീവിയുടെ ഉമ്മുനീരായിരുന്നു. എന്റെ പ്രിയമുള്ള പെങ്ങള്, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ആയിഷ ബീവിയുടെ നെഞ്ചിൽ ഇങ്ങനെ ചാരിയിരിക്കുമ്പോ ഒരു സഹാബി വീട്ടിലേക്ക് കയറി വരികയാണ്. റസൂലുള്ളാഹിയുടെ വീട്ടിലേക്ക് മഹാനായ ഉസാമ, അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തുമകനാ, അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തുമകനാ. വീടിനകത്തേക്ക് കയറി വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചെറുതായിട്ട് തന്റെ കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് അവിടെ നാങ്ങി കാണിച്ചു, ഉസാമ വാപ്പയ്ക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യുമോരേ, മരണവേദന ഉപ്പാല് സഹിക്കാൻ കഴിയുന്നില്ല മോരേ. ആരാ പറഞ്ഞത്? റസൂലുള്ളാഹിയാ പറഞ്ഞത്. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ളവരോട് നമ്മളും മരിക്കേണ്ടവനല്ലേ? അല്ലാഹുവേ, മരണവേദന സഹിക്കാൻ കഴിയാതെ മലമൂത്ര വിസർജനം നടത്തിയ മയ്യത്ത് കുളിപ്പിക്കുന്നവര് നമ്മളും പോകേണ്ടവരാ. റസൂലുള്ള പോലും മരണവേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞു പോയതെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് പോലും, ഒരു സൂറത്ത് പോലും ഓരാ മനസ്സില്ലാത്തവരെ, നിന്റെ മരണം എങ്ങനെയാവൂരൂ? ജീവിതത്തിൽ ചെയ്തത് മുഴുവനും മറന്നു. ഇന്നത്തെ ഒരു ദിവസത്തെ കണക്കടക്ക് ചെറുപ്പക്കാരാ, ഇന്നുറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഈ സ്വർഗത്തിലിരിക്കുന്ന ഈ സെക്കൻഡ് വരെ ഒന്ന് എണ്ണടാ. എത്ര കോടിക്കണക്കിന് പാപം ചെയ്തവരാ. കണ്ണുകൊണ്ട് കണ്ടത് പാപമല്ലോ, ചെവി കൊണ്ട് കേട്ടത് പാപമല്ലോ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമല്ലോ, കൈ കൊണ്ട് പിടിച്ചത് പാപമല്ലോ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കല്ലോ, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലെ പാപമല്ലോ. ഇന്നത്തെ ഒരു ദിവസത്തെ കോടാനുകോടി പാപം ചെയ്ത ജാരം നിങ്ങൾ ഇന്ന് രാത്രി എങ്ങാടം മരിച്ചുപോയോ? റബ്ബേ, ചിന്തിക്കുവാപ്പാ, ചിന്തിക്കു ചെറുപ്പക്കാരാ, ചിന്തിക്കു പെങ്ങള്. അതുകൊണ്ട് പടച്ചവരോട് ദുആ ചെയ്തു, അല്ലാഹുവേ ഞങ്ങളുടെ മരണവേദന കുറച്ചു തരണേ അല്ലാ, ഞങ്ങളുടെ മരണവേദന കുറച്ചു തരണേ അല്ലാ. റബ്ബേ, നീ ഞങ്ങൾക്ക് നല്ല മരണം നൽകടേ തമ്പുരാനെ. ഷഹീദിന്റെ കൂലി കിട്ടുന്നോ വെള്ളിയാഴ്ച രാവിലെ മരിക്കാ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലോ. ഈ ഒരുമിച്ച് കൂടൽ അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ബർക്കത്ത് വേണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബർക്കത്ത് കിട്ടാനുള്ള വഴി 2 മാസം കൊണ്ട് ഞാൻ നിങ്ങളും അതിനു വേണ്ടിയാ ദുആ ചെയ്യുന്നത്. എങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന പെണ്ണുങ്ങൾ നല്ലതുപോലെ കേൾക്കുക, വാപ്പമാര് നല്ലതുപോലെ കേൾക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സുബഹി നമസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന വീട്ടിൽ ബർക്കത്തുണ്ടാകില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുന്ന വീട്ടിൽ ബർക്കത്തുണ്ടാകില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറങ്ങൂലേ? സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റെങ്കിലും ഉറങ്ങുന്നവരാ. ആ ഉറക്കം നല്ലതല്ല, നിന്റെ വീട്ടിലെ ബർക്കത്ത് നഷ്ടപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 ബർക്കത്ത് കിട്ടണമെങ്കിൽ രണ്ടാമത്തെ കാര്യം, സലാം പറഞ്ഞാൽ പരിപൂർണമായിട്ട് പറയണം. സലാമിൽ പിശുക്കത്തരം കാണിക്കും ചിലര്. അസ്സലാമു അലൈക്കും അത്ര പറയത്തുള്ളൂ, പിശുക്ക. അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ സലാം പരിപൂർണമായി പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വണ്ടി ഓണാക്കി അതിനർത്ഥം പോകാൻ സമയമായെന്നാ ഇല്ലേപ്പാ? ഇൻഷാ അല്ലാഹ് ഇത്തിരി നേരം കൂടെ ഇൻഷാ അല്ലാഹ് തിരിച്ചവിടെ വരെ കൊണ്ടുവിടാനുള്ള സലീമക്ക വണ്ടിയൊക്കെ ഓണാക്കിയിട്ടിരിക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് ആഫിയത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. 3 ഇങ്ങോട്ട് നോക്ക്, സലാം പരിപൂർണമായി പറഞ്ഞാൽ ബർക്കത്ത് കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മൂന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ തന്റെ നാവ് കൊണ്ട് ദുആ ചെയ്തു, ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന്. അള്ളാഹു ആ വാപ്പമാരിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ ഉപ്പമാരിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. ആഗ്രഹമുണ്ടോ? ആ വാപ്പയാകാൻ ആഗ്രഹമുണ്ടോ? തൻ്റെ മക്കളെ അടിക്കാൻ വീടിന്റെ മുന്നിൽ ഒരു വടി കെട്ടിയിടുന്ന വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയിന റസൂലുള്ളാഹി. തൻ്റെ മക്കൾക്ക് നല്ലത് പഠിപ്പിക്കാൻ, തെറ്റ് ചെയ്യുമ്പോൾ തല്ലാൻ വീടിന്റെ മുന്നിൽ ഒരു വടി കെട്ടിയിട്ടുണ്ടോ വാപ്പ, നീ ഭാഗ്യവാനാണെന്ന് നബിയിന റസൂലുള്ളാഹി. വീട്ടിൽ മക്കളെ തല്ലാൻ വടിയെടുത്ത് വെച്ചിട്ടുള്ള വാപ്പമാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. ലേ, നിന്റെ വാപ്പ നിനക്ക് തരേണ്ട സമയത്ത് തന്നതുകൊണ്ട് നീ നന്നായി. നിന്റെ മക്കൾക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്തത് കൊണ്ട് നീ കണ്ണുനീര് കുടിക്കുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. വീട്ടിലൊരു വടി, ഇന്ന് വയല് കഴിഞ്ഞ് പോയ ഉടനെ ഒരു വടിയെടുത്ത് വീട്ടിലിട്ടേക്കണം. മക്കൾക്ക് അറിയണം ഇത് മക്കളെ തല്ലാനുള്ളതാ. ചുമ്മാതെ പിടിച്ച് തല്ലാനല്ല, നല്ലത് പഠിപ്പിക്കാൻ, അദബ് പഠിപ്പിക്കാൻ. ആ കൊടുക്കേണ്ട സമയത്ത് തെറ്റ് ചെയ്യുമ്പോൾ കൊടുക്കണം. അതിനു വേണ്ടി വീട്ടിലൊരു വടിയെടുത്ത് വെക്കുന്ന വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ പിരിയുകയാ. ഇവിടെ കുറച്ച് തേൻ തങ്ങൾ സയ്യിദ് അവറുകൾ ഓതി വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ് ഇതിവിടെ ഇരിപ്പുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾക്ക് ഞാൻ 3 പ്രതിഫലം പറഞ്ഞു തരാം, എന്നിട്ട് തീരുമാനിക്കത് വാങ്ങണോ വേണ്ടേ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു ചെറിയ സദക്ക കൊടുത്തിട്ട് നിങ്ങളത് വാങ്ങിയാൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന 3 പ്രതിഫലം ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി കൊടുക്കാനുള്ളതാണ്. ഈ പരിപാടിയുടെ 10 ദിവസത്തെ പൈസ ചോദിച്ചപ്പോഴേ ആൾക്കാർ എഴുന്നേറ്റ് തുടങ്ങി. ഇൻഷാ അല്ലാഹ് പോകേണ്ടവരൊക്കെ പോകാം, അത്യാവശ്യമുള്ളവരൊക്കെ പോയി. ഞാൻ ഈ തേനും കൂടെ കൊടുത്തിട്ടേ പോകത്തുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകും. റസൂലുള്ളാഹ് പറഞ്ഞു, 1ാമത്തെ പ്രതിഫലം, അള്ളാഹുവേ, ഈ തേൻ വാങ്ങുന്നവർ ഒരു സദക്ക കൊടുത്തിട്ട് വാങ്ങുന്ന നിങ്ങൾക്ക് അള്ളാഹു തരുന്ന 1ാമത്തെ പ്രതിഫലം, മരിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രതിഫലം നിനക്ക് കണ്ടിട്ട് മരിക്കാൻ കഴിയുമെന്ന് നബിയിന റസൂലുള്ളാഹി. മരിക്കുന്ന സമയത്ത് കാണാൻ കഴിയും വാപ്പാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് നിനക്ക് ഈ കൊടുക്കുന്ന ആ ഒരു ചെറിയ സദക്കയുടെ പ്രതിഫലം കണ്ടിട്ട് മരിക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2 അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിനക്ക് കിട്ടുന്ന 2ാമത്തെ പ്രതിഫലം, ഈ കാണുന്ന ഖബർസാനിൽ നിന്ന് നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ജനങ്ങൾ എഴുന്നേറ്റ് പോകും. എങ്ങനാ പോകുന്നേ? പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിൻധാരങ്ങളിൽ കൊടികുത്തി വെച്ച് ഇഴഞ്ഞും നടന്നും കുഷ്ഠരോഗിയെ പോലെ ഉഹദ് മലയോളം വലിപ്പമുള്ള വയറു വലിച്ച് 41 കോലത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സമുദായം കടന്നു പോകുമ്പോൾ ഇവിടത്തെ ഖബർസാനിൽ നിന്ന് ഒരു മനുഷ്യൻ എഴുന്നേക്കും, പറവകളെ പോലെ പറക്കും. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ അതിനകത്തേക്ക് ഒരു നല്ല സദഖയിട്ട എന്റെ പ്രിയമുള്ള മുസ്ലിമേ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാ. വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ ഫബകാഹുമുല്ലാഹു ശർറ ദാലികൽ ഈ മണ്ണിൽ കിടന്നുറങ്ങുന്ന മഹാരഥന്റെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസിന്റെ അവസാന ദിവസമാ. ഈ അവസാന ദിവസം എന്റെ പ്രിയമുള്ളവര്, ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരു സദഖ കൊടുത്ത മനുഷ്യൻ അല്ലാഹു തരുന്ന പ്രതിഫലം അവനിവിടത്തെ ഖബർസാനിൽ നിന്ന് പടച്ചവന്റെ പരലോകത്തുകൂടെ പറന്ന് സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ ഖാസിനുൽ ജന്നാ, സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്ക് ചോദിക്കുകയാ, നിങ്ങളാരാണ്? ഹൽ റഅയ്തു ഹിസാബ് ഹൽ റഅയ്തു സിറാത്ത്
മിഅ്റാജ്. ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞോ? നിങ്ങൾ സിറാത്ത് കടന്നിട്ടാണോ വന്നത്? നിങ്ങൾ നരകം താണ്ടിയിട്ടാണോ വന്നത്? ഈ പറവകളെ പോലെ പറന്നു വരുന്ന നിങ്ങൾ ആരാണെന്ന് നാളെ പടച്ചവന്റെ പരലോകത്ത് വെച്ച് എന്റെ പ്രിയമുള്ളവര് റബ്ബിന്റെ കോടതിയിലൂടെ പറന്നു പോകണ്ടേ പൊന്നുപോരു? പാതിരാത്രി ഉറൂസിന്റെ അവസാന ദിവസം ഒരു സദക്ക ചോദിക്കുമ്പോ കൊടുത്ത എന്റെ പ്രിയമുള്ള റസൂലുവേ, ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. പറവകളെ പോലെ പറക്കാനുള്ള ഭാഗ്യമാണ്. മൂന്ന് വലക്കാഹ് നളറതം വസുറൂറാ. കാണാൻ ആഗ്രഹമില്ലേ? നിന്നെ പടച്ച റബ്ബിനെ നിനക്ക് കാണണ്ടേ? നിന്നെ പടച്ച റബ്ബിനെ നിനക്ക് കാണണ്ടേ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യമോ, പടച്ച റബ്ബിനെ കാണാനുള്ള ഭാഗ്യമോ? അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ ഒരു വിഭാഗം ജനങ്ങളുണ്ട്. അവര് രാവിലെയും വൈകിട്ടും അല്ലാഹുവിനെ കാണുന്നവരാ. അവര് രാവിലെയും വൈകിട്ടും അല്ലാഹുവിനെ കാണുന്നവരാ. നിന്റെ കണ്ണുകൊണ്ട് നിന്റെ പടച്ച റബ്ബിനെ കാണാനുള്ള ഭാഗ്യമോ? അതുകൊണ്ട് 10 ദിവസം നീണ്ടു നിന്ന വഅദിന്റെ അവസാനം അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ ശഅബാനിന്റെ രാത്രിയിൽ ദുആ ചെയ്ത് പിരിയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഒരു ചെറിയ സദക്ക നിങ്ങളോട് ചോദിക്കുകയാ. അല്ലാഹുവേ, ബക്കറ്റെടുത്തപ്പോഴേ ഓടിയ ജനങ്ങൾക്കിടയില് ആരോടും ഞാൻ പറഞ്ഞു വെച്ചിട്ടില്ല. ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയണമെന്നൊരാളോടും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ തന്നാലും എനിക്കൊന്നുമില്ല, തന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല. പക്ഷേ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ ഒരു ചെറിയ സദക്ക നിങ്ങളോട് ചോദിക്കുകയാ. ഒരു ചെറിയ സദക്ക നിങ്ങളോട് ചോദിക്കുകയാ. അർഹമർ റഹീമായ അല്ലാഹ്.